നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ചെൽസി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് പാൽമറാസിനെ 2-1 അവർ തോൽപ്പിച്ചിരിക്കുന്നത്. ചെൽസിക്ക് വേണ്ടി കോൾ പാൽമറാണ് ഗോൾ കണ്ടെത്തിയത്. ശേഷിക്കുന്ന ഗോൾ ഓൺ ഗോളായിരുന്നു. പാൽമറാസിനായിട്ട് ചെൽസിയുടെ ഭാവി താരം കൂടിയായിട്ടുള്ള എസ്റ്റവായോയാണ് ഗോൾ നേടിയത്. കളിയിൽ ആധിപത്യം പുലർത്തിയത് ചെൽസിയാണ്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. പക്ഷേ പാൽമിറാസ് അവരുടേതായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു, അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പോരാടിയിരുന്നു. എസ്റ്റവായുടെ മികച്ചൊരു ഗോൾ ഉണ്ടായിരുന്നു. വെവേർട്ടൺ മികച്ച രൂപത്തിലുള്ള സേവുകളൊക്കെ നടത്തിയെങ്കിലും ആ ഗോള് അദ്ദേഹത്തിന് തടയാമായിരുന്നു. ഡിഫ്ലക്റ്റഡ് ഷോട്ടാണ്, അദ്ദേഹത്തിന് തടയാമായിരുന്നു. അത് വലയിലേക്ക് കയറി ചെൽസിയുടെ ഭാഗ്യമായിട്ട് അത് മാറുകയും ചെയ്തു. 2-1 ചെൽസി വിജയിച്ച് കയറുകയും ചെയ്തു. ആ ഗോളിന് മുമ്പും ശേഷവും മികച്ച സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു വെവേർട്ടൺ എന്നുള്ളതും പറയാതിരിക്കാൻ വയ്യ. ഏതായാലും മത്സരത്തിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ദിലപ്പും എൻഗുങ്കുവും കോൾ പാൽമറും പെഡ്രോ നെറ്റോയും ഒക്കെ ഇറങ്ങി. പെഡ്രോ നെറ്റോ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് മരണപ്പെട്ടതിൻ്റെ വിഷമത്തിലാണ്, എങ്കിലും അദ്ദേഹം കളിക്കാൻ റെഡിയാവുകയായിരുന്നു. കൃത്യമായി ട്രിബ്യൂട്ടൊക്കെ അർപ്പിച്ചു. ആന്ത്രയ്ക്കും ഡിയാഗോക്കും ഒക്കെ ആ ജേഴ്സിയൊക്കെ പിടിച്ചുകൊണ്ട് രണ്ടുപേരുടെയും പേരെഴുതിയതൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ട്രിബ്യൂട്ടൊക്കെ അർപ്പിച്ചാണ് അദ്ദേഹം കളിച്ചത്. ഏതായാലും വളരെ വികാര നിർഭരമായിട്ടുള്ള രംഗങ്ങളായിരുന്നു അതൊക്കെ. പാൽമറാസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിക്ടർ റോക്കും ടോഡസും എസ്റ്റവായും മലനും ഒക്കെ ഇറക്കി. കളിയുടെ 16-ാമത്തെ മിനിറ്റിൽ കോൾ പാൽമറിലൂടെ ചെൽസി മുന്നിലെത്തുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിൽ ചെൽസി മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പാൽമറാസ് അവരുടേതായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 53-ാമത്തെ മിനിറ്റിൽ എസ്റ്റവായോ മികച്ചൊരു ഫിനിഷിങ്ങിലൂടെ പന്ത് ചെൽസിയുടെ വലയിലേക്ക് എത്തിച്ചത്. കളി 1-1. ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ ചെൽസിക്ക് തന്നെ ആധിപത്യം സമ്മതിക്കുന്നു. പക്ഷേ അവരുടേതായിട്ടുള്ള നീക്കങ്ങൾ പാൽമിറാസും നടത്തിക്കൊണ്ടിരുന്നു. രണ്ടാം പകുതിയിൽ ജാവോ പെഡ്രോ ചെൽസിക്കായി കളിക്കാനിറങ്ങി എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹവും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിനിടക്കാണ് കളി സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ 83-ാമത്തെ മിനിറ്റിൽ ഗോൾ പിറക്കുന്നത്. ചെൽസി നിരവധി കോർണറുകൾ നേടിയിരുന്നു. അത്തരത്തിലൊരു കോർണറിനെ തുടർന്നുണ്ടായിട്ടുള്ള നീക്കത്തിലാണ് ഈ ഷോട്ട് വരുന്നത്. ഡിഫ്ലക്റ്റഡ് ആയിരുന്നു, പക്ഷേ സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ ആയിരുന്നു. വെവേർട്ടന് അത് തടയാമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പന്ത് പാൽമറാസിൻ്റെ വലയിൽ കയറി. അതിന് പിന്നാലെയും പാൽമറാസ് ശ്രമങ്ങൾ നടത്തി. പ്രത്യേകിച്ച് പൗലിന്യോ അതിമനോഹരമായിട്ടുള്ളൊരു നീക്കം. അദ്ദേഹത്തിൻ്റെ ഷോട്ട്, ഗ്രൗണ്ടഡ് ഷോട്ട് ജസ്റ്റ് വൈഡായിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ചെൽസി അവിടെ രക്ഷപ്പെട്ടു പോയി. ഒടുവിൽ 2-1 ചെൽസി വിജയിച്ച് കയറി. ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കും. സെമിയിൽ അവരുടെ എതിരാളികൾ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബാണ്, ഫ്ലൂമിനൻസ് ആണ്. യെസ് അത് തന്നെ. തിയാഗോ സിൽവ വേഴ്സസ് ചെൽസി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.